അപ്പോൾ നമ്മൾ ഇന്നലെ മഹീന്ദ്രയുടെ B60 പ്രൈസ് അനൗൺസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ തന്നെയാണ്. അപ്പോൾ മഹീന്ദ്രയുടെ തന്നെ XEV9e. അപ്പോൾ അതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൻ്റെയും ബേസ് മോഡലിൻ്റെ മാത്രം പ്രൈസ് അനൗൺസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും ഫീച്ചർ റിച്ച് ആയ വാഹനങ്ങൾ മഹീന്ദ്ര ഇറക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ B60യും അതേപോലെ XEV9e ഒക്കെ. അപ്പോൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 3 വേരിയൻ്റ് ആണ് ഈ വെഹിക്കിളിനുള്ളത്. അപ്പോൾ 3 വേരിയൻറ്റിൽ നമുക്ക് ഏകദേശം 6 ബാറ്ററി പാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് വേരിയൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 21.9 ലക്ഷം രൂപ മുതലാണ്. അതായത് ബേസ് മോഡൽ, അതായത് 59 kWh ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് വേരിയൻറ്റ് തന്നെ അതായത് രണ്ടാമത്തെ ബാറ്ററി പാക്ക് 79 kWh ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഇനി സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് ഇതേപോലെ 59 kWh 79 kWh ഈ 2 ബാറ്ററി പാക്ക് ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് തേർഡ് ബാറ്ററി പാക്കാണ്. ബാറ്ററി പാക്ക് അല്ല, തേർഡ് വേരിയൻറ്റിൽ നമുക്ക് ഫസ്റ്റ് ബാറ്ററി പാക്ക് വരുന്നത് 59 kWh ആണ്. അതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ടോപ്പ് മോഡൽ, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിന് നമുക്ക് വരുന്നത് ഏകദേശം 79 kWh ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അപ്പോൾ വില വരുന്നത് 30.5 ലക്ഷം രൂപയാണ്. അപ്പോൾ B60 വെച്ചിട്ട് റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഫീച്ചറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഫീച്ചറിസ്റ്റിക് ആണ് വണ്ടികളൊക്കെ കേട്ടോ. അത്രയും ഫീച്ചർ റിച്ച് ആയി കഴിഞ്ഞാൽ അത്രയും നല്ല നല്ല വെഹിക്കിൾസൊക്കെ നമ്മൾ ഇന്ത്യക്കാർ സ്വീകരിച്ചു തുടങ്ങി. പിന്നെ EVയുടെ യുഗമായി മാറി തുടങ്ങി. അപ്പോൾ എന്തായാലും ആ റേഞ്ചിൽ വാഹനം നോക്കുന്നവർക്ക് എന്തായാലും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ മെച്ചം എന്താണെന്ന്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മേടിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ഇനി വരും കേട്ടോ.